എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഇവനും ഈ പെൺകുട്ടിയും ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് പെട്ടെന്ന് പവർ കട്ട് സംഭവിക്കുകയാണ്. അങ്ങനെ അവിടെ ഫുള്ള് ഇരുട്ടാവുകയാണ്. ഇവനാണെങ്കിൽ ഇരുട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. അങ്ങനെ അവൻ പേടിച്ച് വിറച്ചൊരു സൈഡിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. ഇവള് വന്ന് നോക്കുമ്പോൾ ഇവ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ടോർച്ച് ലൈറ്റ് എടുത്ത് ഇവൻ്റെ മുമ്പിൽ കൊണ്ട് കാണിക്കുന്നുണ്ട്. ആ വെട്ടം വന്നതിന് ശേഷമാണ് ഇവൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇവന് നല്ല വയറുവേദന എടുക്കുന്നുണ്ടായിരുന്നു. ആ വയറുവേദന എടുക്കുന്ന സമയത്തും അവൾ അവനെ നന്നായിട്ട് കംഫേർട്ട് ചെയ്യുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ആ ടോർച്ച് ലൈറ്റിൻ്റെ വെട്ടവും അണങ്ങി പോവുകയാണ്. അതോടുകൂടി ഇവൻ നന്നായിട്ട് പേടിക്കുകയും ഇവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യുകയാണ്. അവന് വല്ലാത്ത രീതിയിൽ ഫോബിയ അറ്റാക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് ലൈറ്റ് വരികയാണ്. ലൈറ്റ് വരുമ്പോൾ അവൻ റിലാക്സ് ആവുകയാണ്. എന്നാൽ അവൻ്റെ വയറിന് നല്ല വേദനയും ബുദ്ധിമുട്ടും ഒക്കെ വരികയാണ് ഈ ഫോബിയ കാരണം. ഇവൾ അധികം വൈകിപ്പിക്കാതെ തന്നെ ഇവൻ്റെ കണ്ടീഷൻ മോശമാവുന്നതിന് മുമ്പ് തന്നെ ഇവൾ അവനെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിന്ന് ടാക്സി പിടിച്ച് ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്. ആ സമയത്ത് ഇവന് നല്ല വയറുവേദന ഉള്ളതുകൊണ്ട് തന്നെ ഇവളുടെ തോളത്ത് ചാരിയാണ് ഇവൻ കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോൾ ഇവന് നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു ചൈനീസ് ഡ്രാമയാണ്. ഈ ഒരു ഡ്രാമ കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും കണ്ടു നോക്കണം. ആദ്യം ഇവർ തമ്മിൽ നല്ല ഇഷ്ടത്തിലൊന്നും അല്ലെങ്കിലും പതുക്കെ പതുക്കെ ഇവർക്കിടയിൽ സ്നേഹം ഡെവലപ്പ് ആവുകയും അവരുടെ ഓരോ അവർക്ക് ഇഷ്ടം കൂടി വരികയും ഒക്കെ ചെയ്യുന്നത് ഓരോ ഇതുപോലത്തെ ഇൻസിഡൻറ്റ് കാരണമാണ് ഇവർക്കിടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയി വരുന്നത്. അടുത്തിങ്ങനെ കിടക്കപ്പോൾ അവൻ്റെ വയറുവേദനയും അവൻ്റെ ഫോബിയ അറ്റാക്കൊക്കെ ഒന്ന് നോർമലായി അവൻ്റെ സിറ്റുവേഷനൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്